ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒന്നാണ് ടെക്നോളജി. ഭാവിയിലെ ടെക്നോളജികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അത്ര വേഗത്തിലാണ് ടെക്നോളജി വളരുന്നത്. ഏറ്റവും പുതിയ വാർത്ത, പ്രമുഖ ബ്രിട്ടീഷ് വാഹന നിർമ്മാണ കമ്പനിയായ MG മോട്ടോഴ്സ് ഇന്ത്യക്കാർക്കായി ഒരുക്കുന്ന ഒരു കിടിലം വാഹനത്തെ കുറിച്ചാണ്. ആഗോള സാങ്കേതിക വിദ്യാ സ്ഥാപനങ്ങളുമായുള്ള സഹകരണത്തിൽ വികസിപ്പിച്ച iSmart നെക്സ്റ്റ് ജെൻ പുറത്തിറക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത കാർ സാങ്കേതിക വിദ്യയാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വർഷം ജൂണോടുകൂടി കാർ വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. iSmart നെക്സ്റ്റ് ജെനോട് കൂടിയ MG ഹെക്ടർ കണക്റ്റഡ് മൊബിലിറ്റിയെ പുനർവചിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ഇന്റർനെറ്റ് കാർ ആയിരിക്കും ഇത്. മൈക്രോസോഫ്റ്റ്, അഡോബി, അൺലിമിറ്റ്, SAP, സിസ്കോ, ഗാന, ടോം, ന്യൂവാൻസ് എന്നിവ ഉൾപ്പെടെ ആഗോള സാങ്കേതിക വിദ്യാ പങ്കാളികളുടെ കരുത്തുറ്റ കൺസോഷ്യമൊത്ത് കാർ നിർമ്മാതാക്കൾ MG ഹെക്ടറിൽ ലഭ്യമാക്കുന്ന ഇന്റർനെറ്റ് എനേബിൾഡ് കാറുകളുടെ നിരവധി സവിശേഷതകളാണ് കമ്പനി അനാവരണം ചെയ്തത്. iSmart നെക്സ്റ്റ് ജെന്നിന്റെ മസ്തിഷ്കം ഒരു 10.4 ഹെഡ് യൂണിറ്റിൽ ഹൗസ് ചെയ്യുന്നതാണ്. കേവലം ഒരു സ്പർശം അല്ലെങ്കിൽ വോയിസ് കമാൻഡ് കൊണ്ട് മുഴുവൻ കാർ സംവിധാനത്തെയും നിയന്ത്രിക്കുവാൻ ഡ്രൈവറെ അനുവദിക്കുന്ന ഒരു വെർട്ടിക്കൽ ഇന്റർഫേസോട് കൂടിയാണ് ഇത് സ്ക്രീൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ തീവ്രമായ കാലാവസ്ഥാ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പ്രാപ്തമായിട്ടാണ്. അതെത്തുന്നത് വിനോദ ഉള്ളടക്കം പ്രീലോഡഡ് ആയിട്ടാണ്. വ്യവസായത്തിൽ ആദ്യമായുള്ള എംബഡഡ് M2M സിമ്മോട് കൂടിയ കാർ എത്തുന്നത്. MG ഹെക്ടറിന്റെ ഏറ്റവും ആശ്ചര്യജനകമായ സവിശേഷത വോയിസ് അസിസ്റ്റ് ആണ്. ക്ലൗഡിലും ഹെഡ് യൂണിറ്റിലും പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു വോയിസ് ആപ്ലിക്കേഷൻ ആണിത്. MG ഇന്ത്യക്ക് വേണ്ടി ന്യൂവാൻസ് വികസിപ്പിച്ച ഈ സംവിധാനം ഇന്ത്യൻ ആക്സന്റ് പഠിക്കുന്നതിന് വേണ്ടി സവിശേഷമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. കൃത്രിമ ബുദ്ധിയുടെയും മെഷീൻ ലേണിംഗിന്റെയും സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുക. MGയുടെ ഏറ്റവും ആധുനിക വാഹനം കൂടി ഇന്ത്യൻ നിരത്തുകളിൽ എത്തുന്നതോടുകൂടി ഇന്ത്യൻ വാഹന പ്രേമികളുടെ സങ്കല്പത്തിലും കാര്യമായ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് വാഹന നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സമീപ ഭാവിയിൽ ഇന്ത്യൻ വാഹന മേഖലയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.